നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കന്മാർ വേദിയിൽ പലപ്പോഴും ഉന്തും തള്ളും ഉണ്ടാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും വാർത്തകളാകാറുണ്ട്, ശ്രദ്ധേയമാകാറുണ്ട്, പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അതിനേക്കാളൊക്കെ ക്രൂരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്, പ്രചാരണത്തിനായി നേതാക്കന്മാർ എത്തുന്നു, മുതിർന്ന നേതാക്കന്മാർ എത്തുന്നു പലയിടത്തും. അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചവരെ ആട്ടി ഓടിക്കൽ മാത്രമല്ല, ശരീരത്തിൽ അവരെ അടിച്ചോടിക്കുന്ന തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുകയാണ്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം MP ശശി തരൂരിനൊപ്പം ചിത്രമെടുക്കാൻ ശ്രമിച്ച അംഗപരിമിതനായ കോൺഗ്രസ് പ്രവർത്തകനെ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിവിട്ട് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവരുടെ കയ്യിൽ അടിച്ച് അവരെ മാറി നിൽക്കാൻ പറയുന്നുണ്ട്, അവരെ മാറ്റി നിർത്തുന്നുണ്ട്. വളരെ പ്രകോപനപരമായിട്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ലാതെ ഒരു രീതിയിലുള്ള ഒരു ആട്ടി അകറ്റലാണ് CP മാത്യു നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അംഗപരിമിതനായ വ്യക്തിയെ ഇത്തരത്തിൽ ആട്ടിവിട്ടത് അല്ലെങ്കിൽ മാറ്റിവിട്ടതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചതോടെ രംഗം ശാന്തമാക്കാൻ മാത്യു തന്നെ ഇടപെട്ട് ശശി തരൂരുമായി വേദിയിൽ വെച്ച് ചിത്രം പകർത്താൻ അവസരമൊരുക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കുമളി 1-ാം മൈലിലാണ് ഈ സംഭവം ഉണ്ടായത്. പീരുമേട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ സിറിയക് തോമസിന്റെ പ്രചരണാർത്ഥം കുമളിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. തുടർന്ന് 1-ാം മൈലിൽ ക്രമീകരിച്ച വേദിയിൽ പ്രസംഗിക്കാനെത്തിയപ്പോൾ വണ്ടിപ്പെരിയാർ സ്വദേശിയും അംഗപരിമിതനുമായ മഹേഷ് ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തി. ഈ സമയം തരൂരിനൊപ്പം വേദിയിലുണ്ടായിരുന്ന CP മാത്യു മഹേഷിനെ വേദിയിൽ നിന്ന് കയറുന്നതിൽ നിന്ന് തടഞ്ഞു. മാത്രമല്ല, ചെറിയൊരു ബലപ്രയോഗത്തിലൂടെ വേദിയുടെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഈ സമയം വേദിക്ക് സമീപമുണ്ടായിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതോടെ മഹേഷിന് ചിത്രമെടുക്കാൻ മാത്യു അവസരമൊരുക്കുകയും ചെയ്തു. വേദിയിൽ തിരക്കുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ ശശി തരൂരിനൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ചതാണ് CP മാത്യു തടഞ്ഞതെന്നാണ് മഹേഷ് പിന്നീട് പ്രതികരിച്ചത്. തിരക്ക് കുറഞ്ഞപ്പോൾ തന്നെ തനിക്ക് വേദിയിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ചിത്രം എടുക്കാൻ അവസരം ഒരുക്കിയെന്നും മാത്യു തന്നെ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് മഹേഷ് പറയുന്നത്. എങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ കാണുന്നവർക്കറിയാം അത് എത്രത്തോളം ഒരു നമുക്ക് വിമർശന വിധേയമാക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. വണ്ടിപ്പെരിയാർ മുൻ മണ്ഡലം പ്രസിഡന്റും ഭിന്നശേഷിക്കാരനുമായ പ്രവർത്തകനാണ് മർദ്ദനമേറ്റത്. നമുക്കറിയാം, തീർത്തും പാർട്ടി പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സ്വാഭാവികമാണ്. നമ്മളത് മറ്റു ചില വിഷയങ്ങളും തൊട്ടടുത്ത് നടന്ന വിഷയങ്ങളും അത് കണ്ടതാണ്. എങ്കിൽ പോലും ആ വീഡിയോ കാണുന്നവർക്കറിയാം അത് എത്രത്തോളം അപമാനം അല്ലെങ്കിൽ അപലപനീയമാണ്, അല്ലെങ്കിൽ അത് ഏൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആട്ടി അകറ്റുമ്പോൾ ആ വ്യക്തിക്ക് എത്രമാത്രം ഒരു അപമാനം ഉണ്ടാകുമെന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ശശി തരൂരിനൊപ്പം ഒരു സെൽഫി എടുക്കാൻ ശ്രമിച്ചതിനാണ് ഇത്തരത്തിൽ CP മാത്യു പ്രകോപിതനായത്. പ്രവർത്തകനെ ക്രൂരമായി തള്ളി മാറ്റാൻ ശ്രമിച്ചത്. തള്ളിൽ നിലതെറ്റിയ പ്രവർത്തകനെ രക്ഷിക്കാനെത്തിയ മറ്റ് പ്രാദേശിക നേതാക്കൾക്ക് നേരെയും DCC പ്രസിഡന്റ് ആക്രോശിച്ചു. പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല, വിനോദസഞ്ചാരത്തിന് എത്തിയവരെയും കോൺഗ്രസ് സംഘം വെറുതെ വിട്ടില്ല. തരൂരിന്റെ വാഹന വ്യൂഹത്തിന് കടന്നുപോകാൻ ടൂറിസ്റ്റ് വാഹനങ്ങൾ തടഞ്ഞതിനെ ചൊല്ലി വലിയ തർക്കം കുമളിയിലുണ്ടായി. ടൂറിസ്റ്റ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ഭീഷണി മുഴക്കി. ജില്ലാ നേതൃത്വത്തിന് ഇത്തരം നടപടികൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെയും അച്ചടക്കമില്ലായ്മയുടെയും ഭാഗമാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. സ്വന്തം അണികളോടും പൊതുജനത്തോടും മാന്യമായി പെരുമാറാൻ കഴിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ജനങ്ങളോട് മാന്യമായി പെരുമാറുക എന്ന ചോദ്യം അടക്കം നിലവിൽ ഉയരുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാർ മേഖലയിൽ കോൺഗ്രസിനുള്ളിൽ രാജ്യഭീഷണികളും ശക്തമാവുകയാണ്. എന്തായാലും നേതാക്കളൊക്കെ കേരളത്തിലേക്ക് ഒഴുകുകയാണ്. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. UDF ക്യാമ്പിന് നവോന്മേഷം പകർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളൊക്കെ പുരോഗമിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുസ്വരതയെ ചേർത്ത് പിടിച്ചും ധാർഷ്ട്യത്തിൻ്റെ അല്ല വിനയത്തിൻ്റെ രാഷ്ട്രീയമാണ് വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചും രാഹുലിൻ്റെ പ്രചാരണം. LDFനെ BJPയെ നിശിതമായി വിമർശിച്ചും UDFിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുമായിരുന്നു പ്രസംഗം. 30 ഉച്ചയ്ക്ക് 2:45 പാമ്പാടി RIT മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ഗാന്ധി 3 പുതുപ്പള്ളി മണ്ഡലത്തിൽ പാമ്പാടിയിലെ സമ്മേളന വേദിയിലെത്തി. ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നിറഞ്ഞ ചിരിയുടെ അഭിവാദ്യം നൽകി. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ ചേർത്ത് നിർത്തി വിജയ ആശംസകൾ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ രാഹുൽ പങ്കുവച്ചു. അത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോടെയാണ് രാഹുൽ തന്റെ പ്രസംഗം തുടങ്ങിയത്.
പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിയിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. സമ്മേളനത്തിന് ശേഷം സൈക്കിളിൽ നഗരത്തിലേക്ക് അദ്ദേഹം ചുറ്റി. പാമ്പാടി നഗരത്തിലൂടെ സൈക്കിളിൽ അദ്ദേഹം ചുറ്റിയത് വളരെയധികം ശ്രദ്ധേയമായി. മാത്രമല്ല കോട്ടയം മണ്ഡലം UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കാനായി കഞ്ഞിക്കുഴിയിലെത്തി രാഹുൽ തിരുവഞ്ചൂരിന്റെ കൈപിടിച്ച് വേദിയിലേക്ക് എത്തുന്ന കാഴ്ചയും കാണുകയുണ്ടായി. UDF എന്നും സ്ത്രീകൾക്കൊപ്പമാണെന്നും ഈ സദസ്സിൽ കൂടുതലുള്ളതും അവരാണെന്നും രാഹുൽ പറഞ്ഞതോടെ കയ്യടി ഉയർന്നു. 10 മിനിറ്റ് മാത്രമേ അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ. കനത്ത സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയിരുന്നത്. എങ്കിൽ പോലും അതിനിടയിൽ പോലും ജനക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച അത് വളരെ കൗതുകകരം തന്നെയായിരുന്നു. അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. രാഹുൽ ഗാന്ധിയെ കാണാൻ സമ്മേളന വേദിയിലേക്ക് വരുംവഴി അപകടത്തിൽപ്പെട്ടയാളെ രാഹുൽ ഗാന്ധി തന്നെ വാഹനവ്യൂഹത്തിൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് പാമ്പാടി വട്ടമലപ്പടയിൽ ജിത്തു എബ്രഹാം എന്ന വ്യക്തിയാണ് അപകടത്തിൽപ്പെട്ടത്. അശ്രദ്ധമായി പ്രധാന റോഡിലേക്ക് പ്രവേശിച്ച മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ് ജിത്തു റോഡിൽ വീഴുകയായിരുന്നു. പാമ്പാടി RIT മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം സമ്മേളന സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നതിനിടെയായിരുന്നു സംഭവം ഉണ്ടായത്. ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട രാഹുൽ വാഹനത്തിൽ നിന്നിറങ്ങി. തന്റെ വാഹനവ്യൂഹത്തിനൊപ്പമുണ്ടായിരുന്ന ആംബുലൻസിൽ ജിത്തുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം ഫോണിൽ ജിത്തുവിന്റെ വീട്ടുകാരുമായി സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് ഗൾഫിൽ നിന്ന് അവധിക്കെത്തിയതായിരുന്നു ജിത്തു. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിത്തുവിനെ പിന്നീട് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ജിത്തുവിന്റെ കൈത്തണ്ടയ്ക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു വിഷയം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് തൻ്റെ സ്വപ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. കോട്ടയത്തെ UDF പ്രചാരണത്തിനായി പുതുപ്പള്ളിയിലെത്തിയപ്പോഴായിരുന്നു രാഹുൽ സ്വപ്നം പങ്കുവച്ചത്. വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ചുമതലയേൽക്കുന്ന താൻ സ്വപ്നം കാണാറുണ്ടെന്നും കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി. വനിതാ മുഖ്യമന്ത്രിയാകുന്ന കാര്യം പറഞ്ഞപ്പോൾ പുരുഷ പ്രവർത്തകർ കാര്യമായി കൈയടിച്ചില്ലെന്നും സ്ത്രീകൾ ആവേശത്തോടെ സ്വീകരിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.